to Binary Board. So ഇന്ന് നമുക്ക് some more operations on data structures ഡിസ്കസ് ചെയ്യാം. സോ ട്രീയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ട്രീ ട്രാവസൽസിനെ കുറിച്ച് പറഞ്ഞു. അടുത്തതായിട്ട് ട്രീയിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ഇൻസേർഷൻ, ഡിലീഷൻ, സെർച്ചിങ്. ട്രാവേഴ്സൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ ഇതാണ് നമുക്ക് ഒരു ഡേറ്റ സ്ട്രക്ചേഴ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എലമെൻറ്റിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിലുള്ള ഡേറ്റ മാനിപ്പുലേഷന് വേണ്ടിയിട്ടും നമ്മൾ പലതരം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാറുണ്ട്. സോ സെയിം കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് തന്നെയാണ് നമ്മൾ ട്രീയിൽ യൂസ് ചെയ്യുന്നത്. പുതിയ ഡേറ്റേനെ ഇൻസേർട്ട് ചെയ്യാൻ കഴിയണം, ഓൾറെഡി ഉള്ളതിനെ ഡിലീറ്റ് ചെയ്യാൻ കഴിയണം, ഒരു പർട്ടിക്കുലർ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റണം, ദെൻ അതിലുള്ള എല്ലാവരെയും വിസിറ്റ് ചെയ്യാൻ പറ്റണം. സോ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ്. അപ്പോൾ ഫസ്റ്റ് ഓപ്പറേഷൻ നോക്കാം, ഇൻസേർഷൻ. സോ ഇൻസേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു നോഡിനെ നമുക്ക് ട്രീയിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അത് പുതിയൊരു നോഡിനെ ട്രീയിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ട് നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ദെൻ റൂട്ട് നോഡിൽ നിന്നും ലെവൽ ഓർഡറിൽ ട്രാവേഴ്സ് ചെയ്തിട്ട് ഫസ്റ്റ് അവൈലബിൾ പൊസിഷൻ ലെവൽ ഓർഡറിൽ ട്രാവേഴ്സ് ചെയ്യുക. ഓരോ ലെവൽ ബൈ ലെവലായിട്ട് ട്രാവേഴ്സ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് അവൈലബിൾ പൊസിഷൻ എവിടെയാണെന്ന് കാണുക, അവിടേക്ക് ആ നോഡിനെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻസേർട്ടിങ് വാല്യൂ 6 ടു എ ബൈനറി ട്രീ. സോ ഇതാണ് നമ്മുടെ ബൈനറി ട്രീ. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെവലിൽ 1, അടുത്ത ലെവലിൽ 2ഉം 3ഉം, അടുത്ത ലെവലിൽ 4ഉം 5ഉം. അപ്പോൾ എനിക്ക് 6 എന്ന് പറയുന്ന നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് 6. സോ 6 എന്ന് പറയുന്നത് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ലെവൽ ബൈ ലെവലായിട്ട് നോക്കാം. സോ ഈ ലെവൽ ഫില്ലാണ്. അടുത്തതായിട്ട് ഫില്ല് ചെയ്യാനുള്ളത് എനിക്ക് 3 എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റും റൈറ്റും ആണ് അടുത്തതായിട്ട് ഫില്ല് ചെയ്യാനുള്ളത്. സോ ഞാൻ ആദ്യത്തെ പൊസിഷൻ ഏതാണെന്ന് നോക്കൂ, 6. ഈ 6 എന്ന് പറയുന്ന നോഡിനെ ഞാൻ എന്ത് ചെയ്തു, 3യുടെ ലെഫ്റ്റ് ചൈൽഡായിട്ട് ആഡ് ചെയ്തു. സോ ഇൻസേർട്ട് ചെയ്തു. സോ ഇൻസേർഷൻ എന്ന് പറയുന്നത് അത്രയും സിമ്പിളാണ്. അപ്പോൾ ലെവൽ ഓർഡർ ബൈ ട്രാവേഴ്സൽ ചെയ്യുക, ഫസ്റ്റ് അവൈലബിൾ പൊസിഷൻ നോക്കുക, അവിടേക്ക് ആ ഡേറ്റേനെ ഇൻസേർട്ട് ചെയ്യുക. സോ ഇതാണ് ഇൻസേർഷൻ. ദെൻ ഡിലീഷൻ എന്ന് വെച്ച് കഴിയുമ്പോൾ എന്താണ്, ഒരു ട്രീയിൽ നിന്നും ഒരു നോഡിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ ബൈനറി ട്രീയിൽ ഡിലീറ്റ് ചെയ്യേണ്ടുള്ള നോഡിനെ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രീയിൽ തന്നെ ഡീപ്പസ്റ്റ് ആൻഡ് റൈറ്റ് മോസ്റ്റ് നോഡുമായിട്ട് റീപ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. സോ ഡീപ്പസ്റ്റ് ആൻഡ് റൈറ്റ് മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഡെപ്തിൽ നിൽക്കുന്ന നോഡ്, അതും ഏറ്റവും റൈറ്റിൽ ഡെപ്തിൽ നിൽക്കുന്ന ഏറ്റവും റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള നോഡ് ആരാണോ ആ നോഡുമായിട്ട് റീപ്ലേസ് ചെയ്യുക ചെയ്യുന്നു. സോ അതിൻ്റെ അൽഗോരിതം നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ആദ്യം ഡിലീറ്റ് ചെയ്യേണ്ടുള്ള ഡേറ്റയെ ഞാൻ ഐറ്റം എന്നാണ് വിളിക്കുക. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഡീപ്പസ്റ്റ് ആൻഡ് റൈറ്റ് മോസ്റ്റ് നോഡ് ആരാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിന് ഞാൻ റീപ്ലേസ് നോഡ് എന്നുള്ള പേര് വിളിക്കുന്നു. ദെൻ ഇനി എന്താ ചെയ്യുന്ന, നമ്മുടെ ഐറ്റവും റീപ്ലേസ് നോഡുമായിട്ട് സ്വാപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഡീപ്പസ്റ്റ് ആൻഡ് റൈറ്റ് മോസ്റ്റ് നോഡിന് ഞാൻ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അതിനെയാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് ആക്ച്വലി ഡിലീറ്റ് ചെയ്യേണ്ടുള്ളത് ഏതെങ്കിലും പൊസിഷനിലായിരിക്കും. പക്ഷെ അങ്ങനെ ഇടയ്ക്കുള്ളൊരു ഡേറ്റേനെ നിങ്ങൾ റിമൂവ്, സപ്പോസ് എനിക്ക് 2 ആണ് റിമൂവ് കളയേണ്ടുള്ളത്. 2ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി 2ന് 2 ചൈൽഡ് നോഡുകളുണ്ട്. അപ്പോൾ 2 ചൈൽഡ് നോഡുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിനെ ഡയറക്റ്റായിട്ട് ഇതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പോയിൻറ്റേഴ്സ് എനിക്കിവിടെ മിസ്സാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ ഈ ഒരു ട്രീയിലെ റൈറ്റ് മോസ്റ്റ് നോഡ് ഏതാണെന്ന് നോക്കും. സോ ഡീപ്പസ്റ്റ് ആൻഡ് റൈറ്റ് മോസ്റ്റ് നോഡ് ഏതാണെന്ന് നോക്കും. അപ്പോൾ ഈ ഒരു ട്രീയുടെ ഫസ്റ്റ് ലെവലിൽ ഇത് 2ഉം 3ഉം, അടുത്ത ലെവലിൽ ഏത് ലെവലിലാണ് ഏറ്റവും അവസാനം എലമെൻ്റ് ഉള്ള ആ എലമെൻറ്റിനെ ആയിരിക്കും പിക്ക് ചെയ്യുക. സോ 2, 3, അടുത്ത ലെവലിൽ 4, 5. 4, 5ൽ വെച്ച് തീരുവാണ്. സോ 5 ആണ് ഈ ഒരു ട്രീയിലെ ഡീപ്പസ്റ്റ് ആൻഡ് റൈറ്റ് മോസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടുള്ളത് ഇവിടെ 3 ആണ്. 3 എന്ന് പറയുന്ന നോഡിനെയാണ് റിമൂവ് ചെയ്യേണ്ടുള്ളത്. സോ അതിന് ഞാൻ വിളിക്കുന്ന പേരാണ് ഐറ്റം എന്ന് വിളിക്കുന്നു. ഇതാണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടുള്ള ഡേറ്റ, ഐറ്റം. സോ അതിനെ എന്ത് ചെയ്യുന്നു, ഈ ഡീപ്പസ്റ്റ് ആൻഡ് റൈറ്റ് മോസ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു, റീപ്ലേസ് നോഡ്. അപ്പോൾ റീപ്ലേസ് നോഡുമായിട്ട് സ്വാപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെ 5ന് പകരം 3ഉം ഇവിടെ എന്ത് വരും, 5ഉം എത്തും. ദെൻ ഇനി അടുത്ത് എന്താ, ഇനി ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഈ ഒരു നോഡിന് ഞാൻ എന്താക്കുന്നു, ഫ്രീ ആക്കുന്നു. അതെങ്ങനെയാണ് ഫ്രീ ആക്കുന്നത്, ഇതിൻ്റെ പേരൻറ്റിൻ്റെ റൈറ്റ് ആ പോയിൻ്റർ എന്ന് പറയുന്നത് ഞാനിവിടെ എംപ്റ്റി ആക്കും. സോ അതുവഴി ഈ ഒരു നോഡ് ഞാനിവിടെ ആ കണക്ഷൻ അത് കട്ട് ചെയ്യുന്നു.
സോ അപ്പോൾ അതുവഴി ഈ നോഡെന്ന് ഇതിൻ്റെ റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് എം ടി ആക്കുന്നു. ദെൻ നമ്മുടെ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്ത എലമെൻറ്റ് എവിടെയാണോ നേരത്തെ ഇരുന്ന ആ പൊസിഷനിലേക്ക് ആ എലമെൻറ്റ് മുന്നത്തെ ആ റീപ്ലേസ് നോഡിനെ പ്ലേസ് ചെയ്യുന്നു. സോ ഇതാണ് ഡിലീഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സെർച്ച്. ഇപ്പോൾ സെർച്ച് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മുടെ ട്രോയിൽ ആ ഒരു ട്രീയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രാവേഴ്സൽ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമ്മൾ മുന്നേ പഠിച്ച 4 ട്രാവേഴ്സൽ ടെക്നിക്കുകളുണ്ട്: ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ ആൻഡ് ലെവൽ ഓർഡർ. അപ്പോൾ ഒരു ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അൽഗോരിതം എന്ന് പറയുമ്പോൾ റൂട്ട് നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ലെഫ്റ്റ് സബ് ട്രീ ഫുള്ള് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ എലമെൻറ്റ് ലെഫ്റ്റ് സബ് ട്രീയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ റൂട്ടിലേക്ക് തിരിച്ചു വരിക. സപ്പോസ് അതിനെ അവിടെ വെച്ചിട്ട് റൂട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് സബ് ട്രീയിലേക്ക് പോവുക. ആ റൈറ്റ് സബ് ട്രീയിലും കണ്ടില്ല എന്നുണ്ട്, റിട്ടേൺ ബാക്ക് ടു ദ റൂട്ട്. ദെൻ റൂട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മളുടെ ബൈനറി ട്രീയുടെ സെർച്ച് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ട്രീസിൻ്റെ സം ആപ്ലിക്കേഷൻസ് ആണ്. സോ ട്രീസ് എന്ന് പറയുന്ന ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും പല പല മേഖലകളിൽ നമ്മൾ ട്രീസ് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ ഞാൻ സിമ്പിളായിട്ടൊക്കെ ആദ്യത്തെ ഒരു സെക്ഷനിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ്, എഫിഷ്യൻ്റ് ആയിട്ട് സെർച്ചിങ് ആൻഡ് സോർട്ടിങ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ട്രീസ് യൂസ് ചെയ്യാം. എസ്പെഷ്യലി ബൈനറി സെർച്ച് ട്രീസ് ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എഫിഷ്യൻ്റായിട്ടും എഫിഷ്യൻ്റ് ഇൻ ദ സെൻസ് നമ്മളതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ആണ് പറയുന്നത് കേട്ടോ. ടൈമും അതുപോലെ തന്നെ സ്പേസും ഒക്കെ മിനിമൈസ് ആക്കാനും അത് എഫക്റ്റീവ് ആയിട്ടുള്ള സെർച്ച് അല്ലെങ്കിൽ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ട്രീസിനെ കൊണ്ട് പറ്റും. സോ ഡേറ്റാബേസ് ഇൻഡെക്സിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ BST യൂസ് ചെയ്തിട്ടാണ് റെക്കോർഡ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യുക. അടുത്തത് പ്രയോറിറ്റി ക്യൂ. പ്രയോറിറ്റി ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹീപ്പ് ട്രീ. ഹീപ്പ് ട്രീ നമ്മൾ പ്രയോറിറ്റി ക്യൂസ് എന്താണെന്നുള്ളത് ഓൾറെഡി പഠിച്ചു. അതായത് ഓരോ ഡേറ്റയ്ക്കും ഒരു പ്രയോറിറ്റി കൂടി ഉണ്ടാകും. അപ്പോൾ പ്രയോറിറ്റി ക്യൂ യൂസ് ചെയ്തിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ കണ്ടത്. പ്രയോറിറ്റി ക്യൂ നമുക്ക് എന്ത് ചെയ്യാം? ആക്ച്വലി ഹീപ്പ് ട്രീ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ടൈം സേവ് ചെയ്തിട്ടൊക്കെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എക്സാമ്പിളായിട്ട് പറയുന്നത്, പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ടാസ്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഷെഡ്യൂളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രയോറിറ്റി ക്യൂസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ട്രീസ് വെച്ചിട്ടുള്ള പ്രയോറിറ്റിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഇവാലുവേഷൻ. അപ്പോൾ എക്സ്പ്രഷൻസിൻ്റെ ടൈപ്പൊക്കെ നമ്മൾ കണ്ടു: ഇൻഫിക്സ്, പോസ്റ്റ് ഫിക്സ്, പ്രിഫിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഇവാലുവേഷൻ ആക്ച്വലി കമ്പൈലർ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ട്രീ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്പ്രഷൻ ട്രീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് റെപ്രസെൻ്റ് ചെയ്യുക? അരിത്തമെറ്റിക് എക്സ്പ്രഷനെ റെപ്രസെൻ്റ് ചെയ്യുക. അതിൽ ലീഫ് നോഡുകൾ എന്ന് പറയുന്ന ഓപ്പറാൻഡും ഇൻറ്റേർണൽ നോഡ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സും ആയിരിക്കും. സോ കമ്പൈലറിൻ്റെ എക്സ്പ്രഷൻ ഇവാലുവേഷൻ ആൻഡ് പാസിങ്ങിലൊക്കെ ഈ ഒരു ടെക്നിക്കാണ് നമ്മളവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ മറ്റൊരു ആപ്ലിക്കേഷനായിട്ട് പറയുന്നത് ഡേറ്റ കംപ്രഷനാണ്. അവിടെയും ഹഫ്മാൻ ട്രീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസ് മീൻസ് അതിനെ ചെറുതാക്കുക, അതിൻ്റെ സൈസ് കുറയ്ക്കുക. അപ്പോൾ അത് ഡേറ്റ എഫിഷ്യൻ്റായിട്ട് കംപ്രസ് ചെയ്യാനൊക്കെ നമുക്ക് ഹഫ്മാൻ ട്രീസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹഫ്മാൻ കോഡിംഗ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ദെൻ ഡേറ്റാബേസ് ആൻഡ് ഫയൽ സിസ്റ്റത്തിലൊക്കെ ബി ട്രീസ് യൂസ് ചെയ്യാറുണ്ട്. ബി ട്രീസ് എന്ന് പറയുന്നതും ബൈനറി ട്രീസിൻ്റെ ഒരു സെൽഫ് ബാലൻസിങ് സെർച്ച് ട്രീ ആണ്. അതിൽ കൂടെ നമുക്ക് സെർച്ചിങ്ങും സീക്വൻഷ്യൽ ആക്സസും ഇൻസെർഷൻ ആൻഡ് ഡിലീഷനൊക്കെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഡേറ്റാബേസ് ആൻഡ് ഫയൽ സിസ്റ്റത്തിലൊക്കെ ഒരു ലാർജ് ബ്ലോക്സ് ഓഫ് ഡേറ്റയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ എഫിഷ്യൻറ്റ് റിട്രീവൽ ഓഫ് കീസ്. അപ്പോൾ കീസൊക്കെ യൂഷ്വലി സ്ട്രിങ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്രീവൽ നോർമലുള്ള നിങ്ങൾ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അറേ യൂസ് ചെയ്തിട്ടോ ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പക്ഷേ ട്രീസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഡിക്ഷണറീസും ഓട്ടോ കംപ്ലീറ്റ് ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ട്രീസ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. സോ ഇത്രയാണ് ആപ്ലിക്കേഷൻ ഓഫ് ട്രീസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.